മരട് കുണ്ടന്നൂർ പാലത്തിലെ അറ്റകുറ്റപ്പണിയിൽ അപാകതയുണ്ടെന്ന് മരട് നഗരസഭ. അറ്റകുറ്റപ്പണി വെറും പ്രഹസനം മാത്രമാണെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാപറമ്പിൽ. അറ്റകുറ്റപ്പണി ചെയ്ത റോഡ് ഒരാഴ്ച പോലും നിലനിൽക്കില്ലെന്നും ആന്റണി ആശാപറമ്പിൽ 24-നോട് പറഞ്ഞു. ഇക്കാര്യം ഉന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ദേശീയപാത അധികൃതർക്കും നഗരസഭ പരാതി നൽകി. ഇത് പ്രഹസനം മാത്രമല്ല, കാരണം നിലവിലുണ്ടായതിൽക്കൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടി ചെയ്തു വെച്ചിട്ടുള്ള. കാരണം ഈ കാണുന്ന മുഴുവൻ മെറ്റിൽ പൊടി, അവിടെ ടാറെല്ലാം ചെയ്യേണ്ട സ്ഥലത്താണ് മെറ്റിൽ പൊടി കൊണ്ടുവന്ന് തൂകി ഈ കുഴികളെല്ലാം അടച്ച്. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ വരുമ്പോൾ പോലും ഇവിടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റാത്ത, കാരണം ആ പൊടി പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ വെയിലോടുകൂടി ആവുമ്പോൾ ഇന്ന് മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം അത്ര നിലവാരം കുറഞ്ഞ രീതിയിൽ 1.5 മെറ്റിൽ കൊണ്ടുവന്ന് വെറുതെ നമ്മുടെ സാധാരണ ഇടവഴികളെല്ലാം ഈ ചെയ്യുന്നത് പോലത്തെ ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അറ്റകുറ്റപ്പണി കഴിഞ്ഞിട്ട് പാലം തുറന്നു കൊടുത്തിട്ടും കുണ്ടന്നൂർ മുതൽ തേവര വരെയുള്ള യാത്രാ ദുരിതത്തിന് മാറ്റമില്ല. വലിയ ദുരിതമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. കാരണം അറ്റകുറ്റപ്പണി വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന പരാതിയാണ് നാട്ടുകാരടക്കം ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കുണ്ടന്നൂർ പാലത്തിന്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ അരി വറുത്തുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വിവിധ പൗരസമിതികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അരി വറുത്തുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഒരു വ്യത്യസ്തമായ പ്രതിഷേധം ഇതിപ്പോൾ നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത്. കാരണം പാലത്തിൽ 2 ദിവസം അടച്ചിട്ടിട്ടും കൃത്യമായ പണി നടന്നിട്ടില്ല. വെറും മെറ്റലും അതോടൊപ്പം എംസാൻഡും ഉപയോഗിച്ചൊരു കുഴിയടക്കൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള വലിയ ദുരിതം യാത്രക്കാർ അനുഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പരാതിയായി ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധം? വ്യത്യസ്തമായ ഒരു പ്രതിഷേധ സമരം നടത്താൻ കാരണം തന്നെ വ്യത്യസ്തമായ ഒരു നിർമ്മാണ പ്രവർത്തനം, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നതാണ് ഞങ്ങളെ ഇത്തരം ഒരു സമരത്തിലേക്ക് നയിച്ചത്. ഇവിടുത്തെ കുണ്ടന്നൂർക്കാരൻ എൻഡേമരുടെ പൗരസമിതികൾ ചേർന്നാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പാലം 2 ദിവസം 48 മണിക്കൂർ അടച്ചിട്ട് വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയൊക്കെ കബളിപ്പിച്ചത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. വെറും 90ഓളം ഓട്ടകൾ അടക്കാൻ വെറും മണൽ തൂകാനായിട്ട് ഏതാനും മിനിറ്റുകൾ മതി. അതിനുവേണ്ടി 2 മണിക്കൂറോളം ഈ പാലം അടച്ചിട്ട് ഒരു അരിവറുത്തത് പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി നേരിട്ട് ഇവിടെ വന്ന് പറഞ്ഞു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പാലം നന്നാക്കുമെന്ന്. ഇതുവരെ തിരിഞ്ഞു നോക്കുകയോ വൈകിട്ട് വന്നിട്ട് ഒരു 2-3 പണിക്കാർ ഈ പാലം അടച്ചിട്ട് അതിന്റെ അന്ന് രാത്രി ഒരു തുണി കൊണ്ടുവന്നിട്ട് ആ കുഴിയിൽ നിന്ന് വെള്ളം ഒപ്പിയെടുക്കുകയും കുറ്റിച്ചൂല് കൊണ്ട് അടിക്കുകയും കുറച്ച് ടാറ് ഒരു പാട്ടയിൽ ദ്വാരമിട്ടിട്ട് അവിടെ ഒഴിക്കുകയും കുറച്ച് മണൽപ്പൊടി വിതറി പോവുകയാണ് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് നേരിട്ട് പോയാൽ കാണാൻ സാധിക്കും. അതിനെതിരെയാണ് ഇത്തരം ജനങ്ങളെ ഇത്തരം മുഖത്തടിച്ച പോലെ കബളിപ്പിക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ ഈ അരിവറുക്കൽ സമരം ഇവിടെ നടത്തുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തും ഉയർത്തിയിരിക്കുന്നത്. കാരണം വെറും മണിക്കൂറുകൾക്ക് മാത്രം നടത്തേണ്ട ഒരു നിർമ്മാണം അല്ലെങ്കിൽ അത്തരമൊരു നടപടി 2 ദിവസം പാലം അടച്ചുകൊണ്ട് അതും മെറ്റലും എംസാനും ഉപയോഗിച്ച ഒരു താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരം, ഇത് എന്ത് തരത്തിലൊരു അറ്റകുറ്റപ്പണിയാണെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ യാത്ര സുഗമമാക്കാൻ അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. കുണ്ടന്നൂരിൽ നിന്ന് VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24.